രാഹുൽ മാങ്കൂട്ടത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത് ഇന്നലെ രാവിലെയാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുകയാണ്. റോഷിബാൽ, അറസ്റ്റ് വളരെ വിദഗ്ധമായിട്ടാണ് പോലീസ് അത് പ്ലാൻ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണല്ലോ. ഇന്നലെ രാവിലെ പ്ലാൻ ചെയ്തിട്ട് അർദ്ധരാത്രിയാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. വിശദാംശങ്ങൾ. സ്മൃതി, ഈ കേസിൽ 9-ാം തീയതി വൈകിട്ട് 7:30യോടെയാണ് FIR ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. വളരെ രഹസ്യമായി FIR രജിസ്റ്റർ ചെയ്യുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇനിയുള്ള തുടർ നടപടി എന്താകണം എന്നതിനെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുമായും ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായും അന്വേഷണ സംഘത്തിന്റെ മേധാവി പൂങ്കുഴലി ചർച്ച ചെയ്തു. അതിനുശേഷമാണ് അറസ്റ്റിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തത്. അതിനിടയിൽ തന്നെ ചില പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി ശേഖരിക്കുകയുണ്ടായി. തൊട്ടു പിന്നാലെ ഇന്നലെ രാവിലെയോടെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് നിരീക്ഷണത്തിൽ വെച്ചു. പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ പാലക്കാട്ടേക്ക് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർ തിരിക്കുകയും ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തി. പക്ഷേ സാഹചര്യം അനുകൂലമായിരുന്നില്ല. അങ്ങനെ ആ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം, അങ്ങനെ ഒരു തീരുമാനമെടുത്ത കാര്യം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ സംഘം സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അത് പ്രധാനപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ ഈ കേസിൽ ഉണ്ട്, അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിസുപ്രധാനമാണ്. മാത്രവുമല്ല, ഇതിൽ ആദ്യഘട്ടം മുതൽ തന്നെ പരാതി നൽകിയ പെൺകുട്ടികളൊക്കെ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകാത്ത സാഹചര്യത്തിലൊക്കെ അവർ നിരാശരാണ് എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ പോലീസിന് പിടിക്കാൻ പറ്റാത്തത് വീഴ്ചയാണെന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3ാമത്തെ പരാതി വന്നപ്പോൾ ജാഗ്രതയോടെ ഇടപെട്ടത് പോലീസ്. ഒടുവിൽ ഇന്നലെ രാത്രിയോടെ സാഹചര്യം ഒത്തിണങ്ങിയപ്പോൾ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ മൊബൈൽ ഫോണുകൾ കൂടി കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ എവിടെയാണോ എത്തുന്നത്, രാത്രി ഉറങ്ങാൻ എത്തുന്ന ഘട്ടത്തിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ എല്ലാം ഉണ്ടാവുക എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തു. അനുകൂലമായ സാഹചര്യത്തിലാണ് രാത്രി 12:30യോടെ അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഏതായാലും എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച നിയമപരിശോധന നടത്തി. ഒപ്പം ബന്ധപ്പെട്ടവരെയൊക്കെ ധരിപ്പിച്ച്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ച്, സംസ്ഥാന പോലീസ് മേധാവി അടക്കം ധരിപ്പിച്ച എല്ലാവരുടെയും അനുമതിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. സ്മൃതി. ശരി, അറസ്റ്റ് ആലോചന തീരുമാനം രാവിലെയാണെങ്കിലും അർദ്ധരാത്രിയോടെ ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയം അനുകൂലമല്ലാത്തതിനാൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് അത് രാത്രിയിലേക്ക് നീട്ടുകയായിരുന്നു എന്നുള്ള വിവരമാണ്. ഏതായാലും വിദഗ്ധമായിട്ടാണ് പോലീസിന്റെ ആ നീക്കമുണ്ടായിരിക്കുന്നത്. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു സ്ത്രീയെ പ്രണയം നടിച്ച് ക്രൂരമായ ബലാത്സംഗം, അതിനുശേഷമുള്ള ഭീഷണി, ബലാത്സംഗം തുടരാനുള്ള സാഹചര്യം എങ്ങനെയാണ് അയാൾ വിദഗ്ധമായി സൃഷ്ടിക്കുന്നത് എന്നുകൂടിയാണ് ഈ പരാതി വ്യക്തമാക്കി തരുന്നത്. ബലാത്സംഗം ഒരിക്കൽ ചെയ്താൽ പിന്നെയും ബലാത്സംഗം സംഭവിക്കുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടി ഈ പരാതിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തവണ അത് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നീട് ഭീഷണിപ്പെടുത്തി നടന്ന ബന്ധപ്പെടലുകളുടെ വിവരങ്ങൾ കൂടിയാണ് ഈ FIRലുള്ളത്.